പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുക. പ്രത്യേകിച്ച് ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 3-ാം വാക്യമാണ്. പൗലോസ്ലീഹ പറയാണ്, ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. ഈ വചനത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോഴാണ് അച്ഛൻ്റെ മനസ്സിലേക്ക് വിശുദ്ധ സെനോ പറയുന്ന വചനമുണ്ട്. സ്നേഹത്തിൻ്റെ ആദ്യ ദൗത്യമെന്ന് പറയുന്നത് ദൈവം മുമ്പാകെ നാം ദൈവത്തിനുള്ളവരാണെന്ന് അംഗീകരിക്കണം. നമ്മുടെ ജീവിതം അവന് മാത്രമാണ് കടപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയും നമ്മെ സ്വാധീനിക്കണം, അത് നമ്മളെ നയിക്കണം. അതിനാൽ നമ്മുടെ ഹൃദയങ്ങൾ മറ്റാരെയും ബാധിക്കുന്ന എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമാകണം. അപ്പോൾ ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന, ദൈവത്തോട് മാത്രം, ദൈവസ്നേഹത്തോട് മാത്രം കടപ്പെട്ടവരായി നാം ഇരിക്കണം. അതുകൊണ്ട് എൻ്റെ എല്ലാ സ്വത്തുക്കളും ദരിദ്രർക്ക് കൊടുത്താലും, എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നത്. യഥാർത്ഥ സ്നേഹമില്ലാതെ സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രവൃത്തികൾ അർത്ഥശൂന്യമാണ്, ഒരു കാര്യമില്ല എന്ന് ഊന്നി പറയുകയാണത്. ക്രൈസ്തവ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൗലോസ് എഴുതിയത് ഇതുകൊണ്ടാണ്. മറ്റാത്മീയ ദാനങ്ങളെക്കാളും പ്രവൃത്തികളുമാലും താരതമ്യം ചെയ്യുകയാണത്. ആരെങ്കിലും ഈ മഹത്തായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിലും അവ സ്നേഹത്താൽ പ്രചോദിതമല്ലെങ്കിൽ ആത്യന്തികമായി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിലയില്ലാത്താന്ന് പറയാം. എങ്കിൽ പ്രിയമുള്ളവരെ, ഉദാത്തവൽക്കരിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരു മൂർത്തീഭാവമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറുന്നുവെങ്കിൽ അതുപോലെ നാമും ദൈവത്തിൻ്റെ പര്യായമായി നാം മാറണം. ഓർക്കുക പ്രിയമുള്ളവരെ, സ്നേഹം എല്ലാ പ്രവൃത്തികളുടെയും പ്രചോദനങ്ങളെയും അടിത്തറയാകണം. വെറുമൊരു പരിഗണന കൊടുത്തുകൊണ്ട് കാണുന്ന ഒന്നല്ല, മറിച്ച് നിന്റെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു വശമായി, ജീവിത ശൈലിയായി മാറുമ്പോൾ സ്നേഹത്തിന് വേണ്ടി ദൈവം പങ്കുവയ്ക്കുന്ന, ദൈവം തരുന്ന സ്നേഹത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. മറക്കരുത്, ഏറ്റവും ശക്തമായ ഒന്നാണ് ദൈവസ്നേഹം. എൻ്റെ എല്ലാ പ്രവൃത്തിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സ്നേഹമാകണം. സ്നേഹത്തിൽ നിറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം, സ്നേഹത്തിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കണം, സ്നേഹത്തിൽ നിറഞ്ഞ് നമ്മൾ സംസാരിക്കണം. എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന, പൗലോസ്ലീഹ പങ്കുവയ്ക്കുന്ന ഈ സ്നേഹത്തിൻ്റെ നിറവനുഭവിച്ച് ജീവിക്കുവാനും മറ്റു മക്കളുമായി സ്നേഹം പങ്കുവച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറക്കരുത്, എല്ലാത്തിനും ഉപരിയായി സ്നേഹത്തിൽ നിറയുവാനും സ്നേഹം പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കട്ടെ.